ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മാരുതി 800 2002 മോഡലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീറിങ് ഒരു ചെറിയ നോയ്സ് ഉണ്ട് കേട്ടോ. സ്റ്റീറിങ് വീലിൻ്റെ അവിടെ നിന്ന് കോളം പുഷ് കംപ്ലൈൻറ്റ് ആയതാണ് കേട്ടോ. സ്റ്റീറിങ് കട്ടർ കയറുന്ന സമയത്തും കട വൈബ്രേറ്റ് അടിക്കും. ഒരു ചെറിയൊരു നമ്മൾ തൊടുമ്പം തന്നെ ടിക്ക് 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 കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമെന്തോ കട്ടർ കയറുമ്പോഴേക്കും ഭയങ്കരമായിട്ട് നോയ്സാണ് അകത്ത് ഫീൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ സ്റ്റീറിങ് ഒരു പ്ലേ ഉണ്ട്, താഴോട്ടും വെള്ളോട്ടും ടിക്ക് ടിക്കുന്ന സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഐ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പ്ലേ ആണ് കേട്ടോ. ടിക്ക് ടിക്കിന് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ അടി സൈഡിൽ ഇവിടെ ഒരു ബുഷുണ്ട്, ഈ സൈഡിലൊരു കോളം ബുഷ്. അപ്പോൾ ഇത് ടിക്ക് ടിക്ക് ടിക്കിന് അടിക്കുകയാണ്. അപ്പോൾ ഈ ബുഷ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഷേക്ക് വന്ന് സ്റ്റീറിംഗ് വീലിൽ കിട്ടി സൗണ്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റീറിംഗ് സെറ്റായിട്ട് മൊത്തത്തിൽ ഊരി എടുക്കണം. കോളം ബുഷ് മാറ്റണമെങ്കിൽ സ്റ്റീറിംഗ് വീൽ ഇളക്കണം, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സെറ്റ് ഇളക്കണം, പിന്നെ സ്വിച്ച് ഇളക്കണം, അതുപോലെ തന്നെ കീ സെറ്റ് ഇളക്കണം. എല്ലാ കാര്യങ്ങളും വയറിംഗ് എല്ലാം ഇളക്കിയതിന് ശേഷം ഫുൾ സെറ്റായിട്ട് ഊരിയെടുത്ത് നമുക്ക് ലൈത്തി കൊടുത്ത് ഷാഫ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു ഷാഫ്റ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് വെൽഡ് ചെയ്താലേ പറ്റുള്ളൂ, എന്നാലേ ബുഷ് മാറാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൈത്തി കൊടുത്ത് വേണം ഇളക്കാനായിട്ട്, ബുഷ് മാറാനായിട്ട് നമുക്ക് ഇളക്കി ലൈത്തി കൊടുത്ത് എങ്ങനെയാണെന്ന് നോക്കാം. മാരുതി 800 2002 മോഡൽ അത്യാവശ്യം നല്ല കെയർ ചെയ്ത് വിടുന്ന വാഹനമാണ്. മാരുതി 800 വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. മാരുതി 800 ഇപ്പോൾ കുറവാണ്, ഇപ്പോൾ സർവീസ് വർക്കൊക്കെ വരുന്നുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ കോളം ബുഷ് എങ്ങനെയാണെന്ന് നോക്കാം, ഇളക്കി നോക്കാം. സെൻറ്റർ കവർ നമ്മൾ ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് 17 നെട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കി നമുക്ക് മാറ്റണം. ഇത് ഇളക്കി സ്റ്റീറിംഗ് വീലും ഊരിയെടുക്കണം. അതിനുശേഷം ഈ കവർ ഇളക്കണം. പിന്നെ ഇൻഡിക്കേറ്റർ സെറ്റും കീ സെറ്റും ബോൾട്ട് സ്റ്റഡി ബോൾട്ട് 4 വരുന്നുണ്ട്, അതും ഇളക്കി യൂണിവേഴ്സലിൻ്റെ അവിടെ നിന്ന് ഇളക്കിയിട്ട് സെറ്റായിട്ട് ഊരിയെടുക്കാം. എന്നിട്ടാണ് നമുക്ക് കീ സെറ്റൊക്കെ ഇളക്കി നോക്കേണ്ടത് കേട്ടോ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ, ഓടിക്കുമ്പോൾ കട അടിക്കും. സ്റ്റീറിംഗ് കോളം സെറ്റായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള സ്റ്റീറിംഗ് ബോക്സി എന്ന് പറഞ്ഞ ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടുത്തെ ബുഷാണ് കേട്ടോ. ഈ കോളം ബുഷാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതാണ് നല്ല ഷേക്ക് കേട്ടോ. ടിക്ക് ടിക്കിന് അടിപ്പും ഷേപ്പും പറഞ്ഞ ഇതാണ്. നമുക്ക് കാണിക്കാം എങ്ങനെയാണെന്ന്. നമുക്ക് ഇളക്കണമെങ്കിൽ ഈ ഒരു കീ സെറ്റും അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് സെറ്റും മൊത്തത്തിൽ ഇളക്കി മാറ്റണം. അതിനുശേഷമാണ് നമുക്കിത് ഷാഫ്റ്റ് അടിയിൽ നിന്ന് ഊരിയെടുക്കാം. നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ബുഷ് മാറണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ബുഷ് ഊരിയെടുത്ത് ബുഷ് ഫിക്സ് ചെയ്ത് വീണ്ടും കയറ്റി വെച്ച് ബിൽഡ് ചെയ്യണം. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ പൊളിച്ചെടുക്കണം. ഇത് കാരണത്താലാണ് സൗണ്ട് നോയ്സൊക്കെ വരേണ്ടത്. കീ സെറ്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിക്കാം. കീ സെറ്റ് ലോക്ക് ആവണമെന്ന് എങ്ങനെയെന്ന് കാണിക്കാം. അങ്ങനെ കീ സെറ്റ് ഇളക്കിയായിരുന്നു കേട്ടോ. കീ സെറ്റ് ഇളക്കി സ്വിച്ച് ഇളക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോളം സെറ്റായിട്ട് നമ്മൾ ഇളക്കി മാറ്റാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു വെട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ. ഈ ലോക്ക്, ഈ ഒരു ലോക്കിലാണ് സ്റ്റീറിംഗ് ലോക്ക് ചെയ്യുമ്പോൾ സ്റ്റീറിംഗ് ലോക്ക് ആവണം. സ്റ്റീറിംഗ് കീ വെളിയിലെടുക്കുമ്പോൾ സ്റ്റീറിംഗ് ലോക്ക് ആവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങില്ല. ഈ ലോക്കിനകത്ത് ഈ ഒരു വെട്ട് കണ്ടോ, ഈ ഒരു വെട്ട് ലോക്കായി കിടക്കും. നമ്മളിപ്പോൾ കീ ഓഫ് ചെയ്തിട്ട് ഊരി എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതങ്ങ് വെളിയിലോട്ട് ചാടും. ഈ ഒരു ലോക്കാണ് ഇതിനകത്തോട്ട് കയറി ലോക്കാവുന്നത്. എല്ലാ വാഹനത്തിനും ആദ്യം ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇത് കീ ഓൺ ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ സംഭവം ഇത് ബാക്കിലോട്ട് പോകും. കണ്ടോ, ലോക്ക് എടുക്കും. ഇപ്പോൾ ലോക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക് എടുത്ത് തിരിച്ച് കീ ഊരി എടുക്കുമ്പോൾ ഇതുപോലെ ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. നമുക്കിതിലൊരു ബെയറിങ് വരുന്നുണ്ട് കേട്ടോ. ഈ ബെയറിങ് ചിലപ്പോൾ മാറേണ്ടി വരും. നല്ല തുരുമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ സർക്കിളിപ്പോൾ ലോക്ക് എടുക്കണം. അതിനുശേഷമാണ് ഈ ഒരു ഷാഫ്റ്റ് വെളിയിലോട്ട് ഊരിയെടുക്കേണ്ടത്. അങ്ങനെ ഷാഫ്റ്റ് നമ്മൾ ഊരി എടുത്തു കേട്ടോ. ഈ ഒരു കേസിങ്ങിനകത്ത് ഈ ഒരു ട്യൂബിനകത്ത് ഒരു ബെയറിംഗ് ഉണ്ട്. ഈ ബെയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ ഈ ബുഷാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. മെയിനായിട്ട് ബുഷാണ് നല്ല ഷേക്ക്. ഇതിൽ കിടന്ന് ടിക്കിനടിച്ച് ഷേക്കാണ് കേട്ടോ. അപ്പോൾ ഷേക്കാകുമ്പോൾ സ്റ്റീറിംഗ് വീലിൽ നമുക്ക് വൈബ്രേഷൻ കിട്ടും, സൗണ്ട് വരും, നോയ്സ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്ത് ഈ ബുഷ് ഊരി എടുക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഒരു വെട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ടും ഊരി വരില്ല, ഇങ്ങോട്ടും ഊരി വരില്ല. കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഊരി എടുത്തിട്ട് പുതിയ ബുഷ് കയറ്റി നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെൽഡ് കറക്റ്റിന് ഇതുപോലെ ഇളക്കിയതുപോലെ തിരിച്ച് വെൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഷാഫ്റ്റിനകത്ത് തിരിച്ച് കയറ്റി ഇതുപോലെ തിരിച്ച് ഇങ്ങനെ കയറി ഈ ഒരു സർക്കിളിപ്പ് ലോക്ക് ഉണ്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട്, നേരത്തെ കാണിച്ച സർക്കിളിപ്പ് ലോക്ക് നമുക്ക് ബെയറിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഊരി പോകത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ലൈത്തി കൊടുക്കണം. കട്ട് ചെയ്ത് വെൽഡ് ചെയ്യണമെങ്കിൽ ലൈത്തി കൊടുക്കണം. അങ്ങനെ ഷാഫ്റ്റിൽ ബുഷ് നമ്മൾ ലൈത്തി കൊടുത്ത് അടിച്ചായിരുന്നു കേട്ടോ. പുതിയ ബുഷ് നമ്മൾ മേടിച്ചതായി കാണുന്ന ബുഷാണ് കണ്ടോ. പുതിയ ബുഷ് വാങ്ങിച്ചു, കുറച്ച് ഗ്രീസൊക്കെ വെച്ച് ആഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനങ്ങുന്നില്ല, ഒരനക്കവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയതായിട്ട് വെൽഡ് ചെയ്ത് ഘടിപ്പിച്ചത് കേട്ടോ. കട്ട് ചെയ്താലേ നമുക്കിത് ഇളക്കിയെടുക്കുക, ബുഷ് ഇളക്കിയെടുത്തിട്ട് പുതിയ ബുഷ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നല്ല കുറച്ചുകൂടി ടൈറ്റ് ഉണ്ട് കേട്ടോ. സ്റ്റീറിങ്ങിന് ഇനി ഒരു കാരണവശാലും കുറേ നാളത്തേക്ക് സ്റ്റീറിംഗ് പ്ലേയോ സൗണ്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും വരത്തില്ല. ഒന്ന് കറക്കിയാണ് കണ്ടോ, സ്റ്റിയറിംഗ് കറങ്ങുന്നുണ്ട്,
ടൈറ്റ് ഉണ്ട്, ചെറുതായിട്ട് ടൈറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ പുതിയ ബുഷ് ആയതുകൊണ്ടാണ് ടൈറ്റിന് ഇട്ടിരിക്കുന്നതാണ്. ലൂസായി കഴിഞ്ഞാൽ വീണ്ടും അടി കൂടും. അതുകൊണ്ടാണ് നമ്മൾ ലോക്കും ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബെയറിങ് സ്റ്റോക്കില്ല, വേറെ കുഴപ്പമില്ല. കുറച്ച് ഗ്രീസും കൂടി ആഡ് ചെയ്തിട്ട് ലോക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്വിച്ചും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വാഹനത്തോട്ട് ഘടിപ്പിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കോളം ബുഷ് മാറുന്ന രീതി എന്ന് പറഞ്ഞാൽ മാരുതി 800 ആണ്. ഓക്കെ.